أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സർവ്വ പ്രവർത്തനങ്ങളും നമുക്ക് ഇരു ലോകത്തും ഉപകരിക്കുന്ന അമലും സാലിഹായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇസ്സത്തോടുകൂടെയുള്ള സലാമത്തോടുകൂടെയുള്ള ഇരുലോക ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മൗലിദിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നാം നടത്തിക്കൊണ്ടിരുന്നത്. മൗലിദുകൾക്കിടയിൽ നമുക്കെല്ലാം സുപരിചിതമായ, നമുക്ക് പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയും ഓതിക്കൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗലിദിന്റെ അർത്ഥവും വ്യാഖ്യാനവും ഇൻഷാ അല്ലാഹ് മങ്കൂസ് മൗലിദിനെ കുറിച്ചുള്ള വിവരണം കഴിഞ്ഞതിന് ശേഷം മറ്റ് മൗലിദുകളെക്കുറിച്ചും അതിന്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചും അതിൽ വഹാബികളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളെക്കുറിച്ചുമെല്ലാം തന്നെ വിശദമായി സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദീനീ ഖിദ്മത്തുകൾക്ക് നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. മങ്കൂസ് മൗലിദിന്റെ ആദ്യ ഭാഗം മുതൽക്ക് ഓരോ വരികളും ഓരോ വാക്കുകളും വായിച്ചുകൊണ്ട് അർത്ഥം പറയുകയും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ചർച്ച ഇപ്പോൾ എത്തി നിൽക്കുന്നത് മങ്കൂസ് മൗലിദിന്റെ ഏകദേശം ആദ്യ ഭാഗത്തായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹ്ബുഹാ മുഹ്മദ. അതുവരെയുള്ള ഭാഗങ്ങൾ നാം അർത്ഥം പറയുകയും അതിന് വ്യാഖ്യാനങ്ങൾ നൽകുകയും ചരിത്രപരമായ പ്രമാണങ്ങളും വസ്തുതകളുമെല്ലാം തന്നെ നാം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള ഭാഗം വകാന ഫീ സുൽബി ഇബ്രാഹിമ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്നു. ഹീന ഉൽഖിയ ഫിന്നാരി, അവരെ തീയിലിടപ്പെട്ട സമയത്ത്, ഫആദ, അങ്ങനെ ആ തീ അണഞ്ഞുപോയി, വസാറ ലഹ്ബുഹ മുഹ്മദ, ആ തീയുടെ നാളങ്ങൾ കെട്ടുപോവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്രൂദിനാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സംഭവം പ്രസിദ്ധമാണല്ലോ. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വൽബിലുണ്ടായിരുന്നു, മുതുകിലുണ്ടായിരുന്നു എന്നും, അങ്ങനെ ഫആദ, ആ തീ കെട്ടുപോവുകയും വസാറ ലഹ്ബുഹ മുഹമ്മദ, ആ തീയുടെ നാളങ്ങളെല്ലാം അണഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് മൗലിദിൽ പറയുന്നത്. ഈ പറഞ്ഞ വിഷയത്തിന്റെ, ഈ പറയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ കാര്യത്തിന്റെ ആധികാരികതയും അതിന്റെ വസ്തുതയും എത്രത്തോളം എന്നുള്ളതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. മങ്കൂസ് മൗലിദിലെ ഓരോ കലിമത്തുകളെക്കുറിച്ചും ഓരോ വാക്കുകളെക്കുറിച്ചും അർത്ഥം പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ചരിത്രപരമായ അതിന്റെ രേഖകളും പ്രമാണങ്ങളും വിവരിച്ചുകൊണ്ട് സംസാരിക്കുക, ഇതാണല്ലോ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം നാം ആ രൂപത്തിൽ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു എന്നും, തന്മൂലം ആ തീ കെട്ടുപോയി, ആ തീയുടെ നാളങ്ങളെല്ലാം തന്നെ അണഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് മൗലിദിൽ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് ചരിത്രപരമായി വല്ല രേഖകളുമുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പര, ആ പിതൃപരമ്പര പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രവാചകന്മാരായിക്കൊണ്ട് അതിൽ കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഷീസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം,
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിലുള്ള പ്രവാചകന്മാർ. ആദം നബി അലൈഹിസ്സലാമും ഷീസ് നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവാചകന്മാരിലൂടെയും പ്രവാചകന്മാരല്ലാത്ത പരിശുദ്ധരാകുന്ന മറ്റ് ആബായിലൂടെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. തൂഫാനിന്റെ സന്ദർഭത്തിൽ പ്രളയമുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്രൂദ് ബഹുമാനപ്പെട്ട പ്രവാചകരെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ പ്രവാചകരുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായും ഞാൻ ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം, ആലോചിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായി അല്പം ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലിനെയും സീറകളെയും വിശദീകരിക്കുന്നതിൽ വളരെ പ്രസിദ്ധമായ ആധികാരികമായ ഗ്രന്ഥമാണല്ലോ സീറത്തുൽ ഹലബി. ഈ സീറത്തുൽ ഹലബിയുടെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് ഈ വിഷയ സംബന്ധമായി പരിശോധിക്കാം. സുമ്മ ലമ്മ നുഫിഖത്തുർ റൂഹു ഫി ആദം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജസദിനെ, ശരീരത്തെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചു അതിൽ റൂഹ് ഊതുകയും ചെയ്തു. സ്വാറ ദാലിക നൂറു ഫി വഹ്രി ആദമ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിക്ഷേപിച്ചു. വളരെ മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു, പ്രഥമ സൃഷ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് എന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ നാം വിശദീകരിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജസദിൽ ഭൗതിക ശരീരത്തിൽ റൂഹൂതുകയും ചെയ്തപ്പോൾ ആ ഭൗതിക ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ അവിടുത്തെ മുതുകിൽ അല്ലാഹു തആല നിശ്ചയിച്ചു. ഫസാറത്തിൽ മലായികത്തു തഖിഫു സുഫൂഫൻ ഖൽഖ ആദമ അലൈഹിസ്സലാം. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ ബഹുമാനപ്പെട്ട പ്രവാചകരുടെ റസൂലിന്റെ നൂറിനെ അല്ലാഹു തആല നിക്ഷേപിച്ചപ്പോൾ ആ നൂറിൽ നിക്ഷേപിച്ച ആ മുതുകിൽ നിക്ഷേപിച്ച ആ നൂറ് വല്ലാതെ അതിഭയങ്കരമായ രൂപത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി. ഈ പ്രകാശം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഫസാറത്തിൽ മലായികത്തു, മലക്കുകളായി തഖിഫു സുഫൂഫ, അണിയണിയായിക്കൊണ്ട് നിൽക്കും ഖൽഫ ആദമ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാക്ക് ഭാഗത്ത്, പിൻഭാഗത്തായിക്കൊണ്ട് മലക്കുകൾ അണിയണിയായിക്കൊണ്ട് നിൽക്കും. എന്തിനു വേണ്ടിയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിൻഭാഗത്ത്, ബാക്ക് ഭാഗത്ത് മലക്കുകൾ അണിയണിയായിക്കൊണ്ട് നിൽക്കുന്നത്? അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ റൂഹിനെ നിക്ഷേപിക്കലോടുകൂടി അല്ലാഹു തആല മുമ്പേ സൃഷ്ടിച്ച ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ ബഹുമാനപ്പെട്ട ആദം നബിയുടെ മുതുകിൽ നിക്ഷേപിച്ചു. മുതുകിൽ നിക്ഷേപിച്ച ഈ നൂറ് പ്രകാശിക്കാൻ തുടങ്ങി. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇത് ഏതെങ്കിലും ലഈഫായ, അതല്ലെങ്കിലും ഏതെങ്കിലും ആളുകൾ അവരുടെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ എഴുതിവെച്ച സംഭവങ്ങളോ ചരിത്രങ്ങളോ അല്ല ഞാൻ പറയുന്നത്. പ്രവാചക ചരിത്രത്തിൽ തീർച്ചയായും ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളും ചരിത്രരേഖകളും ഉദ്ധരിച്ചുകൊണ്ടും പരിശോധിച്ചുകൊണ്ടും മാത്രമുള്ള വിശദീകരണമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയുന്നുണ്ട്. സീറത്തുൽ ഹലബി സംഭവം പറയുന്നുണ്ട്. ഇതുപോലെ ധാരാളം സീറയുടെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഈ സംഗതികളെല്ലാം വളരെ വിശദമായിക്കൊണ്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൗലിദിൽ പറയപ്പെട്ട ഓരോ പരാമർശങ്ങളെക്കുറിച്ചും ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസിന്റെ കിതാബുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതി, മങ്കൂസ് മൗലിദാവട്ടെ മറ്റേത് മൗലിദാവട്ടെ, അതിലെല്ലാം തന്നെ പറയപ്പെട്ട ഏത് സംഗതികളാണെങ്കിലും അത് തീർത്തും സത്യമാണ്. അതിലൊന്നും സംശയിക്കേണ്ടതില്ല. ആരൊക്കെയോ തെറ്റിദ്ധരിച്ചതുപോലെ, അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മൗലിദിലോ അതുപോലെയുള്ള ദിക്റുകളിലോ റാത്തീബുകളിലോ ഒന്നും തന്നെ അബദ്ധങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല. ബഹുമാനപ്പെട്ട സീറത്തുൽ ഹലബി വിശദീകരിക്കുന്നു, ഫസാറത്തിൽ മലായികത്തു തഖിഫു സുഫൂഫൻ ഖൽഫ ആദമ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നിൽ യതഅജ്ജബൂന മിൻ ളുഹൂരി ദാലിക നൂർ, ഈ നൂറിന്റെ ഈ തിളക്കം കണ്ടുകൊണ്ട്
പുണ്യ നബിയുടെ നൂറിന്റെ തിളക്കം കണ്ടുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിൻഭാഗത്ത് മലക്കുകൾ അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി ആയിക്കൊണ്ട് നിൽക്കും. ഫഖാല ആദമു, ഇങ്ങനെ മലക്കുകൾ തന്റെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് ആശ്ചര്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മാ ബാലു ഹഉലാഇ യൻദുറൂന ഇലാ ദഹരി. അള്ളാഹുവിനോട് പറയുകയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മാ ബാലു ഹഉലാഇ, എന്താണ് ഇവരുടെ അവസ്ഥ? കാരണം യൻദുറൂന ഇലാ ദഹരി, അവർ എന്റെ മുതുകിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം? മാ ബാലു ഹഉലാഇ യൻദുറൂന ഇലാ ദഹരി, ഇവർ അണിയണിയായി നിന്നുകൊണ്ട് സഫായി നിന്നുകൊണ്ട് എന്റെ ബാക്കിലേക്ക് എന്റെ മുതുകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാര്യമെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ കാല, അള്ളാഹു പറഞ്ഞു, യൻദുറൂന, അവർ നോക്കുന്നത് ഇലാ നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമിൽ അംബിയാ ഇല്ലദീ അഖ്റജഹു മിൻ ദഹരിക, അവിടുത്തെ മുതുകിൽ നിന്ന്, നിങ്ങളുടെ മുതുകിൽ നിന്ന് പിന്നീട് ഞാൻ പുറപ്പെടുവിക്കുന്ന ഖാതിമുൻ നബിയാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിലേക്കാണ് ആ മലക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ടാണ്, അതിന്റെ ഭംഗിയിലും അതിന്റെ തിളക്കത്തിലും ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് ആ മലക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫസഅലല്ലാഹു തആല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അയ്യജ്അലഹു ഫീ മുഖദ്ദമിഹി ലിതസ്തഖ്ബിലഹുൽ മലായിക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഈ പുണ്യ നബിയുടെ നൂറ് എന്റെ മുൻഭാഗത്ത് നീ നിശ്ചയിക്കുകയാണെങ്കിൽ മലക്കുകൾ എന്റെ പിൻഭാഗത്ത് പോയി നിൽക്കുന്നത് മാറിക്കൊണ്ട് എന്റെ മുൻഭാഗത്ത് നിൽക്കുമല്ലോ. മലക്കുകൾ എന്നോട് അഭിമുഖമായിക്കൊണ്ട് നിൽക്കുമല്ലോ. ഇപ്പൊ മലക്കുകൾ എന്റെ പിൻഭാഗത്താണ് നിൽക്കുന്നത്. ഈ നൂറ് എന്റെ മുൻഭാഗത്ത് നിശ്ചയിക്കുകയാണെങ്കിൽ ഈ നൂറ് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി, ഈ നൂറ് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നോക്കുന്ന മലക്കുകളെല്ലാം തന്നെ എന്റെ മുൻഭാഗത്ത് നിൽക്കും, എന്നോട് അഭിമുഖമായിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ട് ഈ നൂറിനെ എന്റെ മുതുകിൽ നിന്ന് എന്റെ മുൻഭാഗത്തേക്കാക്കണേ എന്ന് അള്ളാഹുവിനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട സീറത്തുൽ ഹലബിൽ വിശദീകരിക്കുന്നു, ഫജഅലഹുല്ലാഹു ഫീ ജബ്ഹതിഹി, ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു തആല ഈ നൂറിനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജബ്ഹത്തിൽ, നെറ്റിയിൽ നിക്ഷേപിച്ചു. സ്വാഭാവികമായും പിന്നെ മലക്കുകൾ നിൽക്കുന്നുണ്ടാവുക ബഹുമാനപ്പെട്ട പ്രവാചകരുടെ ആദം നബി അലൈഹി സ്വലാമിന്റെ മുൻഭാഗത്തായിരിക്കും. സുമ്മ സഅലല്ലാഹു തആല, പിന്നെ ആദം നബി അള്ളാഹുവിനോട് ചോദിച്ചു, അയ്യജ്അലഹു ഫീ മഹല്ലി, വരാനിരിക്കുന്ന ഖാതിമുൻ നബിയാകുന്ന പുണ്യ നബിയുടെ നൂറ് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി, സന്തോഷിക്കുന്നതിന് വേണ്ടി അവർക്ക് കൂടി കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കാക്കണം. സ്വന്തം നെറ്റിത്തടത്തിലാകുമ്പോ ഒരിക്കലും ആ നൂറ് കാണാൻ സാധിക്കുകയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടി കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന, ആദം നബി അലൈഹി സ്വലാമിന് കൂടി കണ്ട് ആസ്വദിക്കാനും രസിക്കാനും സാധിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ നൂറിനാക്കണമെന്ന് വീണ്ടും അല്ലാഹു തആല അള്ളാഹുവിനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. ഫകാന ഫീ സബ്ബാബതിഹി, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ ചൂണ്ടുവിരലിലേക്ക് അല്ലാഹു തആല ഈ നൂറിനെ നിശ്ചയിച്ചു. അല്ലാഹു തആല ഇവിടുത്തെ മുസബ്ബിഹാവരിൽ, ചൂണ്ടുവിരലിൽ അല്ലാഹു തആല ഈ നൂറിനെ നിക്ഷേപിച്ചു. ഫലമ്മ ഉഹ്ബിത ആദമു ഇലൽ അർള്, അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാക്കി. അപ്പൊ ഇന്ദഖല ദാലിക നൂറു ഇലാ ദഹരിഹി, വീണ്ടും അവിടുത്തെ ചൂണ്ടുവിരലിൽ ഉണ്ടായിരുന്ന ആ നൂറ് വീണ്ടും അവിടുത്തെ മുതുകിലേക്ക് തന്നെ പോയി. ഇന്ദഖല ദാലിക നൂറു ഇലാ ദഹരിഹി, അവിടുത്തെ ചൂണ്ടുവിരലിൽ ഉണ്ടായിരുന്ന ആ നൂറ് വീണ്ടും അവിടുത്തെ മുതുകിലേക്ക് തന്നെ പോയി. ഫകാന യൽമഉ ഫീ ജബ്ഹതിഹി, ഈ നൂറ് അല്ലാഹു തആല നിക്ഷേപിച്ചിരുന്നത് അവിടുത്തെ മുതുകിലാണെങ്കിലും ഭൂമിയിലേക്കാക്കിയതിനു ശേഷവും, അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്കാക്കിയതിനു ശേഷവും തന്റെ മുതുകിലുള്ള ഈ റസൂലിന്റെ നൂറിന്റെ പ്രകാശം ഫകാന യൽമഉ ഫീ ജബ്ഹതിഹി, അവിടുത്തെ നെറ്റിത്തടത്തിൽ ഇതിന്റെ പ്രകാശം കാണാൻ കഴിയുമായിരുന്നു എന്ന് സീറത്തുൽ ഹലബി വിശദീകരിക്കുന്നു. വഫീ റിവായത്തിൻ, ഈ സംഭവം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമാണ്, ലമ്മന്തക്കലൻ നൂർ ഇലാ സബ്ബാബത്തിഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടുത്തെ മുതുകിൽ നിന്ന് നൂറിനെ ചൂണ്ടുവിരലിലേക്ക് ആക്കിയപ്പോൾ ഖാല, ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു, യാ റബ്ബി ഹൽ ബഖിയ ഫീ ദഹരി മിൻ ഹാദൻ നൂർ, ഈ നൂറിൽ നിന്ന് എന്തെങ്കിലും ഒരു അംശം ഇനിയും എന്റെ മുതുകിൽ ശേഷിക്കുന്നുണ്ടോ? നബിയുടെ നൂറിൽ നിന്ന് എന്തെങ്കിലും ഒരു അംശം വീണ്ടും എന്റെ മുതുകിൽ ശേഷിക്കുന്നുണ്ടോ? അല്ലാഹു തആല പറഞ്ഞു, നഅം, ശേഷിക്കുന്നുണ്ട്. ഏതാണ് ശേഷിക്കുന്ന നൂറ്? ഈ നബിയുടെ അസ്ഹാബിൽ നിന്നും സഹാബിമാരിൽ നിന്നും ഏറ്റവും പ്രത്യേകക്കാരാകുന്ന ആളുകളുടെ നൂറ് നിങ്ങളുടെ മുതുകിൽ തന്നെ ശേഷിക്കുന്നുണ്ട്.
ഈ നബിയുടെ അസ്ഹാബിൽ നിന്ന് സഹാബിമാരിൽ നിന്ന് ഏറ്റവും പ്രത്യേകക്കാരാകുന്ന അസ്ഹാബി നൂറ് ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ തന്നെ ശേഷിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ഫഖാല, അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഫഖാല ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബി ഇജ്അൽഹു ഫീ ബഖിയത്തി അസാബിഇ, അല്ലാഹുവേ എന്റെ ചൂണ്ടുവിരലിലാണല്ലോ നീ റസൂലിന്റെ നൂറിനെ നിക്ഷേപിച്ചിട്ടുള്ളത്, ആക്കിയിട്ടുള്ളത്. ശേഷിക്കുന്ന അവിടുത്തെ നൂറിന്റെ അംശങ്ങളായിക്കൊണ്ട് എന്റെ മുതുകിൽ ശേഷിക്കുന്ന ആ നൂറിന്റെ അംശങ്ങളെ, ബാക്കി ഭാഗങ്ങളെ എന്റെ മറ്റു വിരലുകളിൽ കൂടി നിക്ഷേപിക്കണേ എന്ന് അള്ളാഹുവിനോട് ആദം നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു. ഫക്കാന നൂർ അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൂറ് ഫിൽ വുസ്താ, അവിടുത്തെ നടുവിരലിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു. വനൂർ ഉമർ റളിയല്ലാഹു അൻഹു ഫിൽ ബിൻസിർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നൂറ് ഫിൽ ബിൻസിരി, അവിടുത്തെ മോതിരവിരലിൽ, ചൂണ്ടുവിരലിന്റെ തൊട്ടടുത്തുള്ള വിരൽ, മോതിരവിരലിൽ അല്ലാഹു തആല നിശ്ചയിച്ചു. വനൂർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നൂറ് ഫിൽ ഖിൻസിർ, അവിടുത്തെ ചെറുവിരലിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു. വനൂർ അലി റളിയല്ലാഹു അൻഹു ഫിൽ ഇബ്ഹാം, അലി റളിയല്ലാഹു അൻഹുവിന്റെ നൂറിനെ അവിടുത്തെ തള്ളവിരലിലും അല്ലാഹു തആല നിശ്ചയിച്ചു. ആ മൗലിദിൽ പറയപ്പെട്ട കാര്യം, വകാന ഫീ സുൽബി ഇബ്രാഹീമ അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസാറ ലഹ്ബുഹാ മുഹമ്മദ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുതുകിലുണ്ടായിരുന്നു. അങ്ങനെ ആ തീക്കുണ്ടാരം അണഞ്ഞുപോയി. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു യാതൊരു തകരാറും സംഭവിച്ചില്ല. ഈ സംഭവം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുതുകിൽ മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് പരിശോധിക്കുമ്പോൾ തന്നെ പ്രവാചകന്മാരും പ്രവാചകന്മാർ അല്ലാത്തവരുമായ അവിടുത്തെ പരിശുദ്ധരായ പിതാക്കളിലൂടെയാണ് ഈ നൂറ് കടന്നു വരുന്നത്. അവിടുത്തെ നേരെ ഉപ്പയും ഉമ്മയുമാകുന്ന അബ്ദുള്ള, ആമിന റളിയല്ലാഹു അൻഹും ഇവരിലേക്ക് എത്തുന്നത് വരെ ഏറ്റവും പരിശുദ്ധരായ പിതാക്കളിലൂടെ അല്ലാഹു തആല ഈ നൂറിനെ ഇങ്ങനെ കടത്തിവിടുകയാണ്. ഇങ്ങനെ ഓരോ പിതാക്കന്മാരിലേക്കും അല്ലാഹു തആല ഈ നൂറിനെ മാറ്റിയ സന്ദർഭത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ള ശ്രോതാക്കളെ നാം മനസ്സിലാക്കണം, മൗലിദിന്റെ കിതാബുകളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ എഴുതി വെച്ചു, അതല്ലെങ്കിൽ അടിസ്ഥാനപരമായ കഥകൾ എഴുതി വെച്ചു, കണ്ടോ നൂറിനെ കുറിച്ച് പറയുന്നു, നൂറ് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നെല്ലാം നൂറിനെ കുറിച്ച് പറയുന്നു, ഇതൊക്കെ എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന വഹാബികൾ മനസ്സിലാക്കണം, ചരിത്രം പരിശോധിക്കുമ്പോൾ, ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, സീറകൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നു, ഫലമ്മ ഹമലത്ത് ഹവ്വ റളിയല്ലാഹു അൻഹ, ഹവ്വ റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്നു. ബിശീസിൻ അലൈഹിസ്സലാം, ശീസ് നബി അലൈഹിസ്സലാമിനെ ഗർഭം ചുമന്നപ്പോ ഇന്തഖലൻ നൂറു മിൻ ആദമ ഇലാ ഹവ്വ, അല്ലാഹു തആല ആദം നബിയിൽ നിശ്ചയിച്ചിരുന്ന ആ നൂറ് ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഉമ്മയാകുന്ന ഹവ്വ ബി റളിയല്ലാഹു അൻഹായിറങ്ങി. അങ്ങനെ ഉമ്മയിൽ നിന്ന് ആ നൂറ് ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹിസ്സലാമിലേക്ക് നീങ്ങി. ശീസ് നബി അലൈഹിസ്സലാം പ്രവാചക പരമ്പരയിലുള്ള പ്രവാചകന്മാരുടെ പിതാക്കന്മാരിലുള്ള ഒരു പ്രവാചകനാണ്. വകാന തലിദ് ഫീ കുല്ലി ബത്നിൻ വലദൈനി, അന്ന് മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹായുടെ ഓരോ പ്രസവത്തിലും 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇല്ലാ ശീസ് നബി അലൈഹിസ്സലാമിനെ ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാകുന്ന നമ്മുടെ ഉമ്മയാകുന്ന ഹവ്വ റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോൾ ആ പ്രസവത്തിൽ മറ്റു മക്കളില്ല. വെറും ശീസ് നബിയെ മാത്രമാണ് ആ പ്രസവത്തിൽ മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്. സുമ്മലം യസൽ യൻഖുലിൻ നൂറു മിൻ ത്വാഹിരിൻ ഇലാ ത്വാഹിരിൻ, പിന്നീട് ഈ നൂറ് ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഹവ്വ റളിയല്ലാഹു അൻഹയിലേക്ക്, അവരിൽ നിന്ന് ശീസ് നബി അലൈഹിസ്സലാമിലേക്ക്, ശീസ് നബി അലൈഹിസ്സലാമിൽ നിന്നും സുമ്മലം യസൽ യൻഖുലിൻ നൂറു മിൻ ത്വാഹിരിൻ ഇലാ ത്വാഹിരിൻ, പിന്നീട് ഈ നൂറ് ഒരു ത്വാഹിറിൽ നിന്ന് മറ്റൊരു ത്വാഹിറിലേക്കായിക്കൊണ്ട്, ഒരു പരിശുദ്ധനിൽ നിന്ന് മറ്റൊരു പരിശുദ്ധനിലേക്കായിക്കൊണ്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരുന്നു അവിടുത്തെ ഉമ്മയിലും ഉപ്പയിലും എത്തുന്നത് വരെ. ഇത് സംബന്ധമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയും വളരെ പ്രസക്തമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രസിദ്ധമായ ഒരു ഹദീസ്. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഐന കുൻത, നിങ്ങൾ എവിടെയായിരുന്നു? വ ആദമു ഫിൽ ജന്ന, ആദം നബി അലൈഹി സ്വലാം സ്വർഗ്ഗത്തിലായിരുന്ന സമയത്ത്. ആദം നബി അലൈഹി സ്വലാം സ്വർഗ്ഗത്തിലായ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഖാല, ആദം നബി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻതു ഫീ സുൽബിഹി, അന്ന് ഞാൻ ആദം നബി സ്വലാമിന്റെ സുൽബിലുണ്ടായിരുന്നു, അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു. എന്നിട്ടോ വഉഹ്ബിതതു ഇലൽ അർളി, എന്നെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. വഅന ഫീ സുൽബിഹി, ആദം നബി സ്വലാമിനെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട സമയത്ത് ഞാൻ അവിടുത്തെ മുതുകിലുണ്ട്.
വറകിബുത്തു സഫീനത ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സുൽബിലായിക്കൊണ്ട് ഞാൻ ആ കപ്പലിൽ കയറിയിട്ടുണ്ട്. വഖുദിഫത്തു ഫിന്നാർ ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുൽബിലായിക്കൊണ്ട് എന്നെ തീക്കുണ്ടാരത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രവാചകരിലൂടെയും അവിടുത്തെ പിതാക്കന്മാരിലുള്ള പ്രവാചകന്മാരിലൂടെയും അല്ലാത്തവരിലൂടെ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പിതാക്കന്മാരിൽ 17ാമത്തെ ഉപ്പാപ്പയാണ് ഇല്യാസ് എന്നവർ. 17ാമത്തെ പിതാവാണ് ഇല്യാസ് എന്നവർ. ഈ ഇല്യാസ് എന്നവരെ കുറിച്ച് പ്രസിദ്ധമായ ഒരു സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബുൽ ലദുന്നിയയിൽ പറയുന്നുണ്ട്. എന്താ ഇല്യാസ് എന്നവരെ കുറിച്ച് പറയുന്ന? 17ാമത്തെ പിതാവാണ് നബി തങ്ങളുടെ 17ാമത്തെ പിതാവാണ് ഇല്യാസ് എന്നവർ. ആ പിതാവിനെ കുറിച്ച് പറയുന്നു, അന്നഹു കാന യസ്മഉ ഫീ സുൽബിഹി തൽബിയത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹജ്ജ്. പഴയ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പും കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജും തവാഫും എല്ലാം നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നബി തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഇല്യാസ് എന്നവർ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അന്നഹു കാന യസ്മഉ ഫീ സുൽബിഹി, അവിടുത്തെ മുതുകിൽ നിന്ന് അവർ കേട്ടിരുന്നു തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് തൽബിയത്ത് ചെല്ലുന്നതായി കൊണ്ട് കേട്ടിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു ലഈഫായ സംഭവമോ അഭിപ്രായമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഈഫായ കഥയോ അല്ല. മഹാന്മാരാകുന്ന സീറയുടെയും താരീഖിന്റെയും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വിശദമാക്കുന്ന സംഭവങ്ങളാണ്. ഇല്യാസ് എന്നവർ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് തൽബിയത്ത് ചെല്ലുന്നതായിക്കൊണ്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു, ഇല്യാസ് എന്നവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. മാത്രമല്ല ഇല്യാസ് എന്നവരുടെ നേരെ പിതാവാണ് നബി തങ്ങളുടെ 18ാമത്തെ ഉപ്പാപ്പയാണ് മുളർ എന്നവർ. ഈ മുളർ എന്നവർ മുളർ എന്നവരുടെ ഉപ്പ നിസാർ എന്നവരാണ്. നബി തങ്ങളുടെ 17ാമത്തെ ഉപ്പാപ്പ ഇല്യാസ് എന്നവർ, 18ാമത്തെ പിതാവ് മുളർ. ഈ 18ാമത്തെ പിതാവാകുന്ന മുളർ എന്നവരുടെ നേരെ പിതാവാണ് അഥവാ 19ാമത്തെ പിതാവാണ് നിസാർ എന്നവർ. നിസാർ എന്നവരുടെ കുട്ടിയാകുന്ന മുളർ എന്ന കുട്ടിയെ പ്രസവിക്കപ്പെട്ട സമയത്തുണ്ടായ സംഭവം അതും ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നു. ലമ്മ ഉലിദ, നിസാറിന്റെ മകനാകുന്ന മുളർ പ്രസവിക്കപ്പെട്ടപ്പോൾ വനളറ അബൂഹു ഇലാ നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഐനൈഹി, ഈ കുട്ടിയാകുന്ന മുളറിന്റെ 2 കണ്ണുകൾക്കിടയിലും ഈ പരമ്പരയിൽ വരാനിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ആ പ്രകാശം തിളങ്ങുന്നതായിക്കൊണ്ട് പിതാവാകുന്ന നിസാറിനെ കാണാൻ സാധിച്ചു. പിതാവാകുന്ന നിസാർ, നബി തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന നിസാർ എന്നവർ ഈ പ്രകാശം കണ്ടപ്പോൾ ഫറഹൻ ശദീദ, വല്ലാതെ സന്തോഷിച്ചു. അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ സന്തോഷം കാരണത്താൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു വഖാല ഇന്ന ഹാദാ കുല്ലഹു നസ്റുൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കൽ വളരെ കുറവാകുന്നു എന്ന് ഈ നൂറ് തിളങ്ങുന്നത് കണ്ട്, ഈ നൂറ് പ്രകാശിക്കുന്നത് കണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പിതാവാകുന്ന 18ാമത്തെ പിതാവാകുന്ന മുളറിന്റെ ഉപ്പയാകുന്ന നിസാർ എന്നവർ അവിടുത്തെ കുട്ടിയാകുന്ന മുളറിന്റെ നെറ്റിയിൽ 2 കണ്ണുകൾക്കിടയിൽ കണ്ട ഈ നൂറിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന ഹാദാ കുല്ലഹു നസ്റുൻ, ഇങ്ങനെയെല്ലാം സംഭവിക്കൽ, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം സംഭവിക്കൽ വളരെ കുറവാകുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥ ചരിത്രത്തിൽ കാണാം, ഈ മുളർ എന്നവരുടെ പിതാവ് നിസാർ എന്നവർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന ഹാദാ കുല്ലഹു നസ്റുൻ എന്ന് ആ കുട്ടിയെ പ്രസവിക്കപ്പെട്ട സമയത്ത് ഈ അത്ഭുതം കണ്ടപ്പോ അഭിപ്രായപ്പെട്ടതിന്റെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിക്ക് നിസാർ എന്ന് പേര് വന്നത് എന്ന് കാണാം. നിസാർ എന്ന് ഈ പിതാവിന് തന്നെ നിസാർ എന്നുള്ള പേര് വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇങ്ങനെ ഈ 100 കടന്നു വന്ന ഓരോ പിതാവിലും, അത് പ്രവാചകന്മാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഓരോ പിതാവിലും വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതായിക്കൊണ്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എന്തിനധികം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പിതാവാണല്ലോ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതാവാണ് അബ്ദുൽ മുത്തലിബ് എന്നവരെ കുറിച്ച് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഇത് സംബന്ധമായിക്കൊണ്ട് ഈ നൂറിനെ വഹിച്ചു എന്നത് കാരണത്താൽ ഒരുപാട് അത്ഭുതങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഈ നൂറിനെ വഹിച്ചത് കാരണത്താൽ അവിടുത്തെ പിതാവാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഉപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ്, അവരെ കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ. വകാന അബ്ദുൽ മുത്തലിബി യഫൂഹു മിൻഹു റായിഹത്തുൽ മിസ്കി, വകാന അബ്ദുൽ മുത്തലിബ് എന്നവരായിരുന്നു യഫൂഹു മിൻഹു, അവരിൽ നിന്ന് അടിച്ചു വീശിയിരുന്നു റായിഹത്തുൽ മിസ്കി, നല്ല മുന്തിയ കസ്തൂരിയുടെ വാസന. റായിഹത്തുൽ മിസ്കിൽ അദ്ഫർ, നല്ല മുന്തിയ കസ്തൂരിയുടെ വാസന.
അബ്ദുൽ മുത്തലിബിൽ നിന്ന് അടിച്ചു വീശിയിരുന്നു. മാത്രമല്ല നൂറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുളീഉ ഫീ ഉറത്തിഹി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ നൂറ് അവിടുത്തെ നെറ്റിയിൽ പ്രകടമാവുകയും ചെയ്തിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ നെറ്റിയിൽ നബി തങ്ങളുടെ നൂറ് പ്രകടമാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല വകാനത്തു ഖുറൈശുൻ, ഖുറൈശുകളായിരുന്നു ഇദാ അസാബഹ ഖഹ്തുൻ, അവർക്ക് വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ തഅഖുദു ബിയദി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ കൈ പിടിച്ചുകൊണ്ട് അവർ കൊണ്ടുപോകും, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, മൈതാനത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഫയതഖറബൂന ബിഹി ഇലല്ലാഹ് വയസ്അലൂനഹു അൻ യസ്ഖിയഹുമുൽ ഗൈസ ഫകാന യുഗൈസുഹും വയുസ്ഖിയഹും ബിബറകതി നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈസൻ അദീമ. ചരിത്രങ്ങളിൽ കാണാം ഈ സംഗതി. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അവിടുത്തെ നെറ്റിത്തടത്തിൽ ഈ നൂറ് പ്രകടമായിരുന്നു. ഈ നൂറ് കാരണത്താൽ അബ്ദുൽ മുത്തലിബിൽ നിന്ന് നല്ല കസ്തൂരിയുടെ വാസന പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഈ കാര്യം അബ്ദുൽ മുത്തലിബിലുള്ള ഈ അത്ഭുതം ഖുറൈശികൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ, പ്രത്യേകിച്ച് വെള്ളമില്ലാത്ത പ്രയാസം വരുമ്പോ, അവർ അബ്ദുൽ മുത്തലിബിന്റെ കൈ പിടിച്ചുകൊണ്ട് തഅഖുദു ബിയദി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും, വിശാലമായ ഒഴിഞ്ഞ ഭാഗങ്ങളിലേക്ക്, മൈതാനങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. വയുസ്ഖിയഹും ബിബറകതി നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈസൻ അലീമ, അബ്ദുൽ മുത്തലിബ് വഹിച്ച ഈ നൂറിന്റെ ബറക്കത്ത് കാരണത്താൽ അവർക്ക് ധാരാളം മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല നേരെ പിതാവാകുന്ന അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ തന്നെ ഈ നൂറുമായി ബന്ധപ്പെട്ട് പല അത്ഭുതങ്ങളും ഉണ്ടായതായി ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. ലമ്മാ അറാദല്ലാഹു ഖൽഖഹു വഖറബ വഖതുഹു വഹാന ഖുറൂജു നുത്ഫതിഹി മിൻ സുൽബി അബീഹി ഹമല ബൈന ഐനൈ അബീഹി നൂറ ഫകാന യറാഹു റായി കഉറത്തിൽ ഫറസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കണക്കാക്കിയതനുസരിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ചുമക്കുന്ന ആ സമയമായപ്പോൾ അള്ളാഹു തആല അവിടുത്തെ പിതാവാകുന്ന അബ്ദുള്ള എന്നവരിൽ ഈ നൂറിനെ എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ പ്രകടമാക്കി. ഗർഭം ചുമക്കാൻ സമയമായപ്പോ, ഗർഭം ധരിക്കാൻ സമയമായപ്പോ ഈ നൂറിനെ പിതാവാകുന്ന അബ്ദുള്ള എന്നവരിൽ കാണുന്നവർക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രകടമാക്കി. ചരിത്രങ്ങളിൽ നാം അബ്ദുള്ള എന്നവർക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് നബി തങ്ങളുടെ ഉമ്മയാകുന്ന ആമിന റളിയല്ലാഹു അൻഹയും മറ്റൊരു സ്ത്രീയും. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബിദായത്ത് വന്നിഹായയിലും അല്പം വ്യത്യാസത്തോടുകൂടി മറ്റ് സീറയുടെ കിതാബുകളിലും ഈ സംഭവം പറയുന്നുണ്ട്. അബ്ദുള്ള എന്നവർക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുള്ള എന്നവർ അവിടുത്തെ വീട് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ചില ജോലികളൊക്കെ ചെയ്തപ്പോ, പ്രത്യേകമായ ചില ജോലികളിലൊക്കെ ഏർപ്പെട്ടപ്പോ അവിടുത്തെ ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ് പുരണ്ടു. ഈ മണ്ണെല്ലാം വൃത്തിയാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവിടുത്തെ ഭാര്യയാകുന്ന ആമിന റളിയല്ലാഹു അൻഹ അല്ലാത്ത മറ്റേ ഭാര്യയെ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ സമീപിച്ചു. ശാരീരിക ബന്ധത്തിനു വേണ്ടിയാണ് മറ്റേ ഭാര്യയെ സമീപിക്കുന്നത്. ഭർത്താവാകുന്ന അബ്ദുള്ള എന്നവരുടെ ശരീരത്തിലും വസ്ത്രത്തിലുമുള്ള ഈ അഴുക്കെല്ലാം കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരോട് ആ ഭാര്യ അതിന് ബഹുമാനപ്പെട്ടവരുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുത്തില്ല, അവരുടെ ആവശ്യത്തിന് സമ്മതിച്ചു കൊടുത്തില്ല. ഉടനെ തന്നെ അബ്ദുള്ള എന്നവർ കുളിച്ച് വൃത്തിയായി, വസ്ത്രങ്ങളെല്ലാം വൃത്തിയാക്കി, ശരീരത്തിലെ മണ്ണെല്ലാം മാറ്റി. അതിനുശേഷം അബ്ദുള്ള എന്നവർ ഈ ഭാര്യയുടെ അരികിലേക്ക് തന്നെ വന്നു. ഭാര്യയുടെ അരികിലേക്ക് വന്നപ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സമയത്ത് അബ്ദുള്ള എന്നവരുടെ നെറ്റിയിൽ നിന്ന് ഒരു നൂറ്, നബി തങ്ങളുടെ ഈ നൂറുൻ നുബുവത്ത് ഭയങ്കര പ്രകാശത്തോടുകൂടി തിളക്കത്തോടുകൂടി അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഈ ഭാര്യക്ക് അനുഭവിക്കാൻ സാധിച്ചു. നല്ല തിളക്കത്തോടുകൂടി അനുഭവിക്കാൻ സാധിച്ചു. തിളക്കത്തോടുകൂടി അനുഭവിക്കാൻ സാധിച്ചപ്പോ ഈ ഭാര്യ മനസ്സിലാക്കി, എന്തോ ദൈവികമായിക്കൊണ്ട് അവർക്ക് മറ്റ് വേദങ്ങളിൽ നിന്നും, തൗറാത്തിൽ നിന്നും, ഇഞ്ചിയിൽ നിന്നും, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ള മറ്റു പുരോഹിതന്മാരിൽ നിന്നെല്ലാം തന്നെ ഈ വിവരങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്നു. നിബിധങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്നു. ആ ഭാര്യ മനസ്സിലാക്കി, ഇവിടെ പ്രവചിക്കപ്പെട്ട പുരോഹിതന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകന്റെ നൂറ് തന്നെയാണിത്, ഈ കാണുന്നത്, എന്റെ ഭർത്താവിൽ ഈ കാണുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ ഉമ്മയാവണം എനിക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാര്യ അബ്ദുള്ള എന്നവരോട് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടു. പക്ഷെ അബ്ദുള്ള എന്നവർ അതിന് സമ്മതിച്ചില്ല.
അബ്ദുള്ള എന്നവർ നേരെ മറ്റേ ഭാര്യയാകുന്ന ആമിന റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ചെന്നു. അത് അള്ളാഹുവിന്റെ വിധിയായിരുന്നു. അത് കാരണം നബിതങ്ങളെ ഗർഭം ചുമക്കേണ്ടത്, നബിതങ്ങളുടെ ഉമ്മയാവേണ്ടത് അത് ആമിന എന്നവരാകുന്നു എന്ന് അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഈ ഭാര്യ തന്നെ ആവശ്യപ്പെട്ടപ്പോഴും അതിന് വഴങ്ങാതെ ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ചെല്ലുകയും അവിടുത്തെ ഭർത്താവാകുന്ന അബ്ദുള്ള എന്നവരും ആമിന എന്നവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ശാരീരിക ബന്ധപ്പെടൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമക്കാനുള്ള ബന്ധമായിരുന്നു. അത് ആ ബന്ധപ്പെടലായിരുന്നു. അത് ആ ബന്ധപ്പെടലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഉമ്മ ഗർഭം ചുമക്കുന്നത്. അങ്ങനെ ആമിന റളിയല്ലാഹു അൻഹയുമായി തന്റെ ആവശ്യം വീട്ടിയതിനു ശേഷം അബ്ദുള്ള എന്നവർ വീണ്ടും അവരിൽ നിന്ന് തിരിച്ച് മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ വന്നു. മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ട് അബ്ദുള്ള എന്നവർ ആ ഭാര്യയുമായിക്കൊണ്ട് മറ്റേ ഭാര്യയുമായിക്കൊണ്ട് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടു. ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടപ്പോ ആ ഭാര്യ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ നിങ്ങളെ എനിക്ക് ആവശ്യമില്ല, ഇപ്പോൾ എനിക്ക് നിങ്ങളില്ല. മുമ്പ് ഞാൻ നിങ്ങൾ ആവശ്യപ്പെടാൻ കാരണം നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ നെറ്റിയിൽ ഒരു നൂറ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പുരോഹിതന്മാര് റുഹ്ബാനെല്ലാം പറഞ്ഞതനുസരിച്ച് ഇവിടെ ഖുറൈശികളിൽ വരാനിരിക്കുന്ന പ്രവാചകന്റെ നൂറ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ പ്രവാചകൻ എന്റെ ഗർഭാശയത്തിലാണ് വളരേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതുകൊണ്ടാണ് അപ്പോ ഞാനുമായി ബന്ധപ്പെടാൻ വേണ്ടി, ശാരീരിക ബന്ധം പുലർത്താൻ വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അപ്പൊ നിങ്ങളത് എനിക്ക് അനുവദിച്ചു തന്നില്ല. ഇപ്പോ എനിക്ക് നിങ്ങളുടെ മുഖത്ത് ആ നൂറ് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ മറ്റേ ഭാര്യയാകുന്ന ആമിനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ആമിനയുമായി ബന്ധപ്പെട്ടത് കാരണത്താൽ ആ നൂറ് ആമിനാക്ക് ലഭിച്ചിരിക്കുന്നു, ആമിനായിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോ നിങ്ങളും ഞാനും തമ്മിൽ ബന്ധപ്പെടേണ്ടതില്ല. ഞാൻ മുമ്പ് നിങ്ങളെ ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടത്, ക്ഷണിച്ചത് ആ നൂറ് എന്നിലേക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു, ആ പ്രവാചകന്റെ ഉമ്മ ഞാനാകാൻ വേണ്ടിയായിരുന്നു എന്ന് ആ മറ്റേ ഭാര്യ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരോട് പറയുകയും ചെയ്തതായി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഇവരെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ചരിത്ര പണ്ഡിതന്മാരെല്ലാം തന്നെ അവരുടെ ചില കിതാബുകളിൽ പറയുന്നു, വലാകിൻ മാ കുല്ലു ഇൻസാനിൻ കാന യറാഹു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമക്കുന്ന സമയമായപ്പോ അബ്ദുള്ള എന്നവരുടെ മുഖത്ത്, അവരുടെ നെറ്റിയിൽ പ്രത്യേകമായി വെളിപ്പെട്ടിരുന്നു. അതിനു മുമ്പ് പല സമയങ്ങളിലായിക്കൊണ്ട് വെളിപ്പെട്ടിരുന്നു ഈ നൂറ് എല്ലാവർക്കും കാണാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകക്കാരായ ചില ആളുകൾക്കും പ്രത്യേകമായ ചില സമയങ്ങളിലും മാത്രമേ ഈ നൂറ് കാണാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ നൂറിനെ കുറിച്ചാണ് ഇങ്ങനെ പല പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയുമായിക്കൊണ്ട് കടന്നു വന്ന് അവസാനം അവിടുത്തെ ഉമ്മയിലേക്കും ഉപ്പയിലേക്കുമായി എത്തിയ ഈ നൂറിനെ കുറിച്ചാണ് മൗലിദിൽ പറയുന്നത്. വകാന ഫീ സുൽബി ഇബ്രാഹീമ ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസാറ ലഹ്ബുഹാ മുഹമ്മദ. ഈ നൂറ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സമയത്ത്. അങ്ങനെ ആ തീ അണഞ്ഞു പോവുകയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. മാത്രമല്ല മലക്കുകൾ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സുജൂദ് ചെയ്യാനുണ്ടായ സിറ് തന്നെ ഈ നൂറിനെ ആദം നബി ഇസ്ലാം വഹിച്ചതായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഏതായിരുന്നാലും ഇന്ന് നാം ഈ ക്ലാസ്സിൽ വിശദീകരിച്ചത് മൗലിദിൽ പറയപ്പെടുന്ന വകാന ഫീ സുൽബി ഇബ്രാഹീമ ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസാറ ലഹ്ബുഹാ മുഹമ്മദ എന്ന് പറയപ്പെടുന്ന ഈ പരാമർശം ചരിത്രപരമായി, പ്രാമാണികമായി അബദ്ധമല്ല, തീർച്ചയായും സത്യമായ പരാമർശമാകുന്നു എന്നാണ്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ മൗലിദിന്റെ ബാക്കി ഭാഗങ്ങൾ ഈ രൂപത്തിൽ നമുക്ക് ഓരോ വാക്കുകളായിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യാം. അതിന്റെ ചരിത്രപരമായ അതുപോലെ തന്നെ പ്രാമാണികമായ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഇനി ഇത് സംബന്ധമായിക്കൊണ്ട് ഇപ്പോ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിക്കൊണ്ട് നബിതങ്ങളാണ് പ്രഥമ സൃഷ്ടി. പക്ഷേ ബിഅ്സത്തിൽ നബിതങ്ങളായിരുന്നു ഏറ്റവും അവസാനത്തവർ. നബിതങ്ങളുടെ 100 സംബന്ധമായിക്കൊണ്ടുള്ള വിവരണങ്ങൾ ഇതെല്ലാമാണ് മൗലിദിന്റെ ഈ 2-3 ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം നടത്തിയത്. ഇത് സംബന്ധമായിക്കൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏതാനും സമയം ബാക്കിയുണ്ട്, ആ സമയം നമുക്ക് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയങ്ങൾ ആദർശവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം 11:30 മണിക്ക് നടക്കുന്ന അവിശാലമായ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഏതാനും സമയം നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്താരോ റൈസാന്റെ ഇതിരുന്നുള്ള സംശയമുള്ളവർ ഒന്ന് മൈക്കിൽ വരി. ഈ വിഷയവുമായി നസീം എന്ന ആൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനോട് മൈക്ക് റിലീസ് ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് സംബന്ധമായി നിങ്ങൾ ഇത്രയും പറഞ്ഞ ഈ വിഷയത്തിൽ വഹാബികൾ എന്തെങ്കിലും എതിർപ്പ് പറയാറുണ്ടോ? ഇങ്ങനെ ഒരു നൂറിനെ അവര് നിഷേധിക്കാറുണ്ടോ? ഇങ്ങനെ നൂറ് കൈമാറിയതിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും എതിർപ്പ് അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടോ? മൊത്തത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചെല്ലാം കെട്ടുകഥകളാണ്, അടിസ്ഥാനരഹിതമാണ് എന്നാണ് വഹാബികൾ പറയാറുള്ളത്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഒറ്റ കാര്യം, നമ്മൾ മൗലിദ് സംബന്ധമായിട്ടുള്ള ചർച്ചയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഇതിനു വേണ്ടി നാം ഉപയോഗിക്കുമ്പോൾ നമുക്കിതെല്ലാം തന്നെ ഉപകരിക്കണം. അപ്പോ നാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദ്, മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട് 3 ക്ലാസുകൾ നാം ഇപ്പൊ നടത്തി. ഈ 3 ക്ലാസ്സിലും ഏതെങ്കിലും 1-2 ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. ഹലോ, ഞാൻ പറഞ്ഞ വിഷയം കേട്ടിട്ടില്ലേ? ഞാൻ കട്ടായിരുന്നോ? ഇപ്പൊ മൗലിദ് സംബന്ധമായി 2-3 ക്ലാസുകളിൽ നാം ചർച്ചകൾ നടത്തി. നമ്മുടെ സമയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ വിലപ്പെട്ട സമയങ്ങളാണ്. അപ്പോ അതിനിടയിൽ നാം ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് ഉപകാരമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ, ഈ രീതിയിലുള്ള ചർച്ച അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റേതെങ്കിലും രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി ഉപകാരപ്പെടുമെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ആ രീതിയെക്കുറിച്ചും മറ്റും ഒന്ന് അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോ കുറഞ്ഞ വാക്കുകളിലായിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ 1-2 ആളുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ്, ഈ നടത്തുന്ന ക്ലാസ് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഉസ്താദ് നടത്തി തരുന്നത് പോലെ തന്നെയാണ് വേണ്ടത്. പിന്നെ ഇപ്പൊ ഇത് പലരും കേൾക്കുന്നുണ്ടാവുമല്ലോ, മുജാഹിദീങ്ങളൊക്കെ വന്ന് കേൾക്കുന്നുണ്ടാവും. പക്ഷെ അവര് രംഗത്ത് വന്നിട്ട് ചോദ്യം ചോദിക്കാൻ ചിലപ്പോ അവര് തയ്യാറായിക്കൊള്ളണം എന്നില്ല. അപ്പോ നമ്മളിപ്പോ ഓരോ അധികമായിട്ടും ഈ ചരിത്ര സംഭവങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ചരിത്ര സംഭവങ്ങളൊക്കെ ഉസ്താദ് പറയുന്നുണ്ട്, ഇന്ന കിതാബിലാണ് എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓരോ സംഭവങ്ങൾ. അസ്സലാമലൈക്കും. അബൂ സഹൽ ഉസ്താദ്, മുജീബ് റഹ്മാനി ഉസ്താദ് റൈസാന്റെ ഒന്ന് വരി. അസ്സലാമലൈക്കും. ഞാൻ കൂടുതൽ സംസാരിക്കാനൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ അൻവരി ഉസ്താദിന്റെ മൗലൂദ് ക്ലാസ് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായിട്ടും നല്ലൊരു ദർസ് തന്നെയാണ്. നമ്മളെ റൂമിലൊക്കെ ആളുകൾ ഈ സമയമാകുമ്പോൾ ഭക്ഷണം കഴിച്ച് അബുദാബിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ പള്ളി ദർസുകളിൽ കുട്ടികൾക്ക് നന്നായിട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ശൈലിയിലാണ് അതിന്റെ അവതരണം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ഏത് നാടനായിരിക്കുന്ന ആളുകൾക്കും ശ്രദ്ധിക്കുമ്പോൾ വളരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റിയ നല്ല ഒരു ശൈലിയാണ്. ഇതിൽ നിന്ന് ഒരു ശൈലി മാറ്റേണ്ട ഒരാവശ്യമില്ല. കാരണം ഉസ്താദിന്റെ ഈ ശൈലിയാണ് ഇത് ഉൾക്കൊള്ളാൻ ഏറ്റവും നല്ലത്. സാധാരണഗതിയിൽ ക്ലാസ് എടുക്കുന്നവരും അല്ലെങ്കിൽ വാള് പറയുന്നതിന്റെ ശൈലിയേക്കാളും ഏറ്റവും നല്ലത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഈ ശൈലി തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഉസ്താദ് അതിന്റെ എല്ലാ ഭാഗങ്ങളും പരാമർശിച്ചുകൊണ്ട് ഉള്ള ഈ വിവരണം മറ്റു ഉസ്താദ് എന്നെ പോലുള്ള ഉസ്താദന്മാർക്കും മറ്റു എല്ലാവർക്കും വളരെ ഫലപ്രദമായിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇത് എന്ന് മാത്രമല്ല, നമ്മുടെ ക്ലാസ് റൂമിൽ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം അൻവരി ഉസ്താദിന്റെ ഈ ആശയവിനിമയ ആദർശ ക്ലാസ് തന്നെയാണ്. കാരണം നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഖണ്ഡന പ്രസംഗങ്ങളിൽ പോലും ഇങ്ങനെ ആധികാരികമായി കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്ന ഒരു വിഷയം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അത് എതിർകക്ഷിയെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പരിഹാസമോ പൊട്ടുവാക്കുകളോ അതല്ലെങ്കിൽ ഒകുലൂത്താക്കിയും കൊണ്ടുള്ള പരിപാടികളാണ് അവിടെയൊക്കെ നടക്കാറുള്ളത്. അൽഹംദുലില്ലാഹ് ഈ വിഷയം വളരെ നല്ല രൂപത്തിൽ തുടർന്നു പോകാനും ഉസ്താദിന് എല്ലാവിധ രീതിയിലും ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ഫലപ്രദമായ രൂപത്തിൽ ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സമയം 4 മണി വരെയാണ് നമ്മുടെ ടൈം.
ഇവിടെ അസ്ർ വാങ്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇത് സംബന്ധമായി കൂടുതൽ ചർച്ചകളും സംശയങ്ങളുമെല്ലാം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി 11:30 മുതൽക്ക് ഉണ്ടാകുന്ന നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് ഉണ്ടാകുന്ന ചർച്ച വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ഖൈറുകൾക്കും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.